ഹലോ. അപ്പോൾ നിർഷാദ് വി സി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ രണ്ട് പ്രോഡക്റ്റ് നൂണിൽ ഓർഡർ ചെയ്തിരുന്നു. ഒരു മൈക്കും, മൈക്കിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു മൈക്കും പിന്നെ ഒരു മൊബൈലിൻ്റെ ഒരു ട്രൈപ്പോഡും. അത്ര വലിയ ക്വാളിറ്റി സാധനമൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വന്ന പാക്ക്. സൂപ്പർ മാളിലാണ് വന്നത്. ഞാൻ ഓർഡർ ചെയ്ത് 3.5 മണിക്കൂർ കൊണ്ട് തന്നെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. ഇതാണ് ട്രൈപ്പോഡിൻ്റെ പാക്കാണ് വരുന്നത്. ചെറിയ സാധനമാണ്, കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഇതാണ്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. നമ്മളതിൽ ഓർഡർ ചെയ്ത മൈക്കിലാണ് സംസാരിക്കുന്നത് കേട്ടോ. മൈക്കിൻ്റെ വീഡിയോ പുറകിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് നമുക്ക് പുതിയ മേടിച്ച മൈക്കിലാണ്. ഇതാണ് ഇപ്പോൾ ട്രൈപ്പോഡ് വരുന്നത്. ഇതിങ്ങനെ ഒന്നുകൂടി മടക്കിയാൽ ചെറിയ കയ്യിലൊതുങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ആ ബട്ടൺ അമർത്തി നോക്കണേ, എനിക്ക് ആദ്യം അത് എന്താണെന്ന് മനസ്സിലായില്ല. അത് റിമോട്ടാണ്. നമുക്ക് അത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ സെൽഫി വീഡിയോസും സെൽഫി ഫോട്ടോസൊക്കെ എടുക്കാൻ ആ റിമോട്ട് നമുക്ക് കയ്യിൽ എടുക്കാതെ അവിടുന്ന് ഊരിയെടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ ഈ ലൈറ്റും തന്നെ അവിടുന്ന് ഊരിയെടുക്കാൻ കഴിയും. അത് രണ്ട് ഭാഗത്തും വെക്കാം, രണ്ട് ഫ്രണ്ടിലും ബാക്കിലും അവിടുന്ന് ഊരിയിട്ട് എവിടെയാണ് നമ്മളെ സൗകര്യത്തിന് എവിടെയാണ് വേണ്ടത് വെച്ചാൽ വെക്കാം. പിന്നെ അടിയിൽ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അത് ഹൈറ്റ് കൂട്ടാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ നോർമൽ യൂസിനൊക്കെ കുഴപ്പമില്ല. പാകത്തെ റേറ്റേ വരുന്നുള്ളൂ. 50 റിയാലാണ് ഇപ്പോൾ അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുമ്പോൾ ഒരു ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് അവിടുന്ന് അഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ സെൽഫി സ്റ്റിക്കിലൊക്കെ ഒരു ബട്ടൺ വരുന്നുണ്ടല്ലോ, അതുപോലെയാണെന്ന് കരുതി. ഇപ്പോഴാണ് എനിക്കത് അത് നമുക്ക് ഊരിയെടുക്കാം, പുറത്തേക്ക് ഊരിയെടുക്കാം. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാറ്ററിയാണ് വരുന്നത്. അതിൽ ആ ചെറിയ ബട്ടൺ ഓണാക്കിയിട്ട് നമുക്ക് അതിന്മേൽ സെൽഫി എടുക്കാനുള്ള ബട്ടൺ ആയിമുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റാൻഡിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഇത്രയും ഹൈറ്റിൽ ലൈറ്റും അതിന് 2 ഐറ്റം ലൈറ്റ് വരുന്നുണ്ട്. വാമൻ ലൈറ്റും വരുന്നുണ്ട്, വൈറ്റ് ആയിട്ടും വരുന്നുണ്ട്. കുറച്ച് ബ്രൈറ്റ്നെസ് ഒരു 2 സ്റ്റെപ്പ് കൂട്ടാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അതുമേൽ വരുന്നുണ്ട്. ചെറുതാക്കിയിട്ട് ഒന്നും കൂടി മടക്കി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പാകത്തെ ഒരു ചെറിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ട് വെച്ച് നമുക്ക് പുറത്തുനിന്ന് എത്ര മീറ്റർ അതിന് ഡിസ്റ്റൻസ് ഉണ്ട്, അത്ര ആ ഡിസ്റ്റൻസിൽ നമുക്ക് സെൽഫി എടുക്കാം. സെൽഫി വീഡിയോസും ഫോട്ടോസൊക്കെ ആ റിമോട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അടുത്തത് നമ്മളെ പ്രോഡക്റ്റ് മൈക്കാണ്. ആ മൈക്കിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഓഡിയോ നമ്മളെ ഫോണിൽ വരുന്ന ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഓഡിയോ ഒന്ന് കുറച്ച് നേരം മൈക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ കുറച്ചിടാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കുന്നത് ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈക്ക് സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ മൈക്കിൽ സംസാരിക്കുന്ന വോയിസും നമ്മൾ ഫോണിൽ മൈക്കിൽ കേൾക്കുന്ന വോയിസുമായിട്ട് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കേൾപ്പിച്ച വോയിസ് നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത വോയിസാണ്. അപ്പോൾ നമ്മൾ അത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അതിലാണ് നമ്മൾ 2 മൈക്കും പിന്നെ ഫോണിൽ കണക്ട് ചെയ്യുന്ന കണക്ടറും അതിലാണ്, ആ ബോക്സിലാണ് വരുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാം. അതിനുള്ള കണക്ടറുകൾ രണ്ടിനും വേറെ വേറെ വരുന്നുണ്ട്. നമുക്ക് മൈക്കിൽ
വെക്കാനുള്ള പൗച്ചാണ് വരുന്നത്. ബോക്സിൽ 2 പൗച്ചും വരുന്നുണ്ട്. 2 പൗച്ചാണ്, അതിൽ ഒരു പൗച്ചും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ ചാർജറും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അത്രയും സാധനങ്ങളാണ് അതിൻ്റെ കൂടെ വരുന്നത്. അതിങ്ങനെ ചാർജർ പിന്നും വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഫോണിൽ കണക്ട് ചെയ്യുന്ന ഭാഗം സെപ്പറേറ്റ് പുറത്ത് വെച്ച് നമ്മൾ ചാർജ് ചെയ്യണം. ഇത് മൈക്ക് രണ്ടും ഇത് ഫോണിൽ വെക്കുന്ന ഭാഗമാണത്. അത് നമ്മൾ പുറത്ത് വെച്ച് ചാർജ് ചെയ്യണം. മൈക്ക് രണ്ടും നമുക്ക് ഇതിൽ ഈ ബോക്സ് നമ്മളെ എയർപോഡൊക്കെ ചാർജ് ആവുന്ന പോലെ ഇതിൽ തന്നെ ചാർജ് ആവും. പിന്നെ അത് ആ ബോക്സ് നമ്മൾ പുറത്ത് വെച്ച് ചാർജ് ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെ മൈക്ക് കണക്ട് ആക്കിയില്ല. ഇപ്പോൾ മൈക്ക് ഒന്ന് കണക്ട് ചെയ്താൽ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സൗണ്ടിന് മാറ്റമുണ്ടോ? നമ്മൾ മൈക്കിലാണ് സംസാരിക്കുന്നത്. ക്ലാരിറ്റിയിൽ മാറ്റമുണ്ടോ എന്താണ്? ഇതൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇത് നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു സ്വിച്ചൊക്കെ കാണുന്നുണ്ട് ഇവിടെ. എന്താണ് വർക്കിംഗ്, എന്താണ് ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ 2 പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്താന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. രണ്ടും ഞാൻ ഉപയോഗിച്ചു, വലിയ കുഴപ്പമില്ല. മൈക്ക് ഒരു ഏകദേശം ഇപ്പോൾ ആ മൈക്കിലാണ് സംസാരിക്കുന്നത്, ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ട്രൈപോഡും ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നല്ല. ഒരു മൊബൈലൊക്കെ വെച്ച് നമ്മളൊരു സാധാ യൂസിനൊക്കെ പറ്റിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ പേരും ഇതും വരുന്ന സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ വെക്കാം. ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഒരു പാകത്തെ റേഞ്ചിൽ നോക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഈ ട്രൈപോഡിന് ഏകദേശം 50 റിയാലാണ് വില വരുന്നത്. പിന്നെ മൈക്കിനാണെന്നുണ്ടെങ്കിൽ 85 റിയാൽ. അപ്പോൾ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ചെറിയ യൂസിനൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.